ഞാൻ പണ്ട് കാലത്ത് കാർ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് വേണം? ഓടിച്ചിട്ടില്ല, എനിക്കറിയാനും വയ്യ, ആ സ്ഥിതിയിലിരിക്കുക. അങ്ങനെ കർത്താവുമായിട്ടുള്ള സംസാരിച്ച് ജീവിതം തുടങ്ങിയ ആ സമയത്ത് കർത്താവ് പെട്ടെന്ന് എന്റെ അടുത്ത് പറയാം, മോളെ നീ ആ ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനുള്ള ക്രൈസ് എല്ലാം പോയി എന്ന് വന്നപ്പോ കർത്താവ് പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവ് രോഗിയായിരുന്ന സമയത്ത് അവനെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ നിനക്ക് ചിലപ്പോ കള്ളം പറയാൻ പറ്റുന്ന ഒരു കഴിവ് തന്നെയാ. അങ്ങനെ ഒരു കർത്താവിന്റെ നിർബന്ധം സഹിക്ക വയ്യാതെ ഇവിടുന്ന് തിരുവനന്തപുരം വരെ എത്തി മോളെയും വിളിച്ച് തിരിച്ചെത്തണം. അത്രയും ദൂരം ഞാൻ വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചിട്ടില്ല. എനിക്ക് പെട്ടെന്നൊരു പേടി വന്നപ്പോ ഞാൻ പേടിക്കണ്ട കേട്ടോ, കാർ ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. എന്റെ കർത്താവെ എനിക്ക് പേടിയാവുന്ന എന്റെ കൂടെ ഒന്നുണ്ടായിരിക്കണേ എന്ന് ഹൃദയം തുറന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ നോക്കുമ്പം എന്റെ കർത്താവ് എന്റെ കൂടെ വലതുവശത്തിരിപ്പുണ്ട്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുവാണ്, മുഖം ഞാൻ കണ്ടില്ല, പക്ഷെ ദേഹം മുഴുവൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് സഹിതം എല്ലാം എനിക്ക് കാണാം. ഒരു ധൈര്യം എനിക്ക് കിട്ടി. കർത്താവ് എന്റെ അടുത്ത് പറഞ്ഞു, ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ ഓടിച്ചോ. വെറുതെ ധൈര്യം തന്നെ ആളെ കൊല്ലാൻ നോക്ക. ആ ധൈര്യത്തിൽ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയി. തിരിച്ച് വണ്ടി എടുക്കുന്ന സമയം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ആ സമയത്തേക്ക് എന്റെ എല്ലാ പ്രാർത്ഥനകളും കണ്ണടച്ച് കർത്താവിന്റെ രൂപം, അമ്മ ഇത്രയും നേരം പ്രാർത്ഥിച്ച സമയം മുഴുവനും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഈ കൊല്ലത്തെത്തുന്നവരെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാനല്ല ആ വണ്ടി ഡ്രൈവ് ചെയ്തത്. കർത്താവ് എനിക്ക് വേണ്ടി വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ കൊണ്ടെത്തിച്ചു എന്ന് നല്ല ബെസ്റ്റ് കഥ. ഉടനെ അയച്ചു കൊടുത്ത അടുത്ത ബാലരമയിൽ വരും. അതൊക്കെ മതി, 2 ദിവസം പഠിപ്പിച്ചതിന്റെ പകുതി